ടീച്ചറിൻ്റെ കുഞ്ഞുമക്കളെ നമസ്കാരം. പഠിച്ചു തുടങ്ങാം. പഠിക്കാൻ റെഡിയാണോ? പഠിക്കാൻ ഓക്കെ ആയിട്ടാണോ ഇരിക്കണേ? ഹാപ്പി ആയിട്ടാണോ ഇരിക്കണേ? അതെ, ഓക്കെ. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ മനസ്സിലത് തറോ ആവാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ടീച്ചർ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട്, ചെറിയൊരു മെസ്സേജ് തന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണോ? ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നവരാണോ എല്ലാ ദിവസവും? എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറ്? ഏതൊക്കെ സമയങ്ങളിലാണ് പ്രാർത്ഥിക്കാറ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും, പിന്നെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കും, പിന്നെ സ്കൂളിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ. പിന്നെ രാത്രി കിടക്കാൻ നേരം പ്രാർത്ഥിക്കും, അല്ലേ? എത്ര നേരം നമ്മൾ പ്രാർത്ഥിക്കണേ, അല്ലേ? അപ്പം നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഈശ്വര ചിന്ത എപ്പോഴും ഉണ്ടാവണം. മനസ്സിലായോ? ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, നല്ലത് തന്നെയാണ്. പക്ഷെ എപ്പോഴും ഈശ്വര ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. മനസ്സിലായോ? അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചേർക്കേണ്ടത് എന്താണെന്നറിയോ? ഈശ്വരന് നന്ദി പറയണം. നമ്മുടെ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. നമുക്ക് ഈശ്വരൻ ഇത്രയും കാലം നമുക്ക് ജീവിക്കാനുള്ള ഭാഗ്യം തന്നില്ലേ? നമുക്ക് 2 കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, 2 ചെവിയുണ്ട്, കേൾവിയുണ്ട്, അല്ലേ? കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ പറ്റാതെയും എത്ര കുട്ടികളാണല്ലേ, എത്ര ആൾക്കാരാ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? ഈശ്വരന് നന്ദി പറയണം. നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഈശ്വരന് നന്ദി പറയണം, അല്ലേ? നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഈശ്വരൻ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശ്വരനോട് നമ്മൾ എന്ത് പറയണം? എന്താ പറയണ്ടേ? താങ്ക് യു പറഞ്ഞ് വേണം ഓരോ ദിവസവും തുടങ്ങാനായിട്ട്. താങ്ക് യു പറയണം എന്നുള്ളത് ടീച്ചർ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് പ്രാർത്ഥിച്ച് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കണം. എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കണം? ഈശ്വര നന്ദി, ദൈവമേ നന്ദി, അല്ലേ? നമുക്ക് ഓരോ ദിവസവും കാണാനായിട്ട് ഈശ്വരൻ നമുക്ക് ഭാഗ്യം ചെയ്തു, അല്ലേ? കഴിഞ്ഞ രാത്രികളിലൊക്കെ എത്രയോ പേര് മരിച്ചുപോയി, അല്ലേ? ഇന്നത്തെ ദിവസം കാണാൻ ആർക്കെങ്കിലും അങ്ങനെയുള്ളവർക്ക് ഭാഗ്യം ഉണ്ടായോ? ഇല്ല. പക്ഷെ നമ്മളെ ദൈവം അതിനനുവദിച്ചു, അല്ലേ? ഒരു നല്ല പ്രഭാതം കാണാൻ പറ്റി, പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ പറ്റി, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പം എല്ലാത്തിനും നമ്മൾ എന്താ പറയേണ്ടത്? ഈശ്വരനോട് നന്ദി പറയണം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പായല കിടക്കുന്നെങ്കിൽ പായയിൽ ഇരുന്നു കൊണ്ട്, ബെഡിലാണെങ്കിൽ ബെഡിൽ ഇരുന്നു കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈശ്വര ഇന്നത്തെ ദിവസം കാണാൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കാൻ. അതിൻ്റെ കൂടെ ബാക്കി നേരങ്ങളിലൊക്കെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അല്ലേ? രാവിലെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന നേരത്ത് പ്രാർത്ഥന, സ്കൂളിൽ ചെന്നിട്ട് അസംബ്ലിക്ക് ഒപ്പം തന്നെ ഒരു പ്രാർത്ഥന, പിന്നെ സന്ധ്യയ്ക്ക് പ്രാർത്ഥന, രാത്രി കിടക്കാൻ നേരം പ്രാർത്ഥന. പ്രാർത്ഥന എപ്പോഴും നമുക്ക് നല്ലതാണ്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ച് വേണം എഴുന്നേൽക്കാൻ? ഈശ്വര ഇന്നത്തെ ദിവസം കാണാൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി, ഇങ്ങനെ പറഞ്ഞിട്ട് വേണം, ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കാൻ. ഓക്കെ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ടീച്ചർ ചാർട്ട് ഇട്ടിരിക്കുന്നത് ചിഹ്നങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ടീച്ചർ ഓരോ ചിഹ്നങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും നിങ്ങളെ കാണിച്ചു തന്ന് പഠിപ്പിച്ചു. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെസ്റ്റാണ് ടീച്ചർ നടത്തുന്നത്. മനസ്സിലായോ? അയ്യോ ടീച്ചറെ ആകെ കൺഫ്യൂഷൻ ആവും ടീച്ചറെ എന്നൊന്നും പറയണ്ട. പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. പഠിച്ചിട്ടുണ്ട്, ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട്, ടീച്ചറിനെ അറിയാം.
പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിഹ്നങ്ങൾ മാത്രമല്ലേ ഇവിടെ കാണുന്നുള്ളൂ അല്ലേ? ഈ ചിഹ്നങ്ങളുടെ അക്ഷരങ്ങൾ ഏതാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ചിഹ്നം ചോദിച്ചാൽ അത് ഏതിൻ്റെ ചിഹ്നമാണ്, ഏത് അക്ഷരത്തിൻ്റെ ചിഹ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അക്ഷരം പറഞ്ഞാൽ ചിഹ്നം എഴുതാൻ പറഞ്ഞാൽ അതും നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെ ഏത് വിധത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. അതാണ് പഠിച്ചു എന്നത് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ്. പഠിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ചോദിക്കാം. ഇതിപ്പോൾ ഓർഡറിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്കറിയാം ഓർഡറിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ടീച്ചർ ചാർട്ട് കുറച്ച് കഴിയുമ്പോൾ മാറ്റും, എന്നിട്ട് ഓർഡർ ഇല്ലാണ്ട് ചോദിക്കും. അപ്പോൾ പറയാൻ പറ്റണം. അതാണ് പഠിച്ചോ ഇല്ലയോ എന്ന് ടീച്ചർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഏതക്ഷരത്തിൻ്റെ, ഇവിടെ നമ്മൾ ഏതക്ഷരമാണ്? ചിഹ്നം ഇല്ല. സിമ്പിളായിട്ട് പറയുന്നത് ഏതക്ഷരമാണ്? ആ. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ചിഹ്നം ഇല്ല. ചിഹ്നം ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് ഏതക്ഷരത്തിൻ്റെയാണ്? ആ അല്ലേ? ഏതക്ഷരത്തിൻ്റെയാണ്? ആ. അപ്പോൾ ഈ ചിഹ്നം ആ ഉണ്ടോ? ആ. അടുത്തത് ഏത് അക്ഷരത്തിൻ്റെയാണ്? ഇതേത് അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്? ഈ. ഓക്കെ, ഈ കണ്ടോ? അടുത്തത് ഈ. നെക്സ്റ്റ് ഉ. കണ്ടോ? അടുത്തത് അടുത്ത ഏത് അക്ഷരത്തിൻ്റെയാണ്? ഊ. മനസ്സിലായോ? ആക്ക് ചിഹ്നം ഇല്ല. നെക്സ്റ്റ് ആ, ഇ, ഈ, ഉ, ഊ. അടുത്ത ഏതക്ഷരാണ്? ഋ. പറഞ്ഞേ. ഋ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഓക്കെ, അടുത്ത ഏതക്ഷരാണ്? എ. നെക്സ്റ്റ് എ. അടുത്തത് ഏതക്ഷരാണ്? ഏതക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? പറ. ഐ. അടുത്തത് ഓ. പിന്നെ വരുമ്പോ ഓ. ഈ ചിഹ്നം ഔ. ഈ ചിഹ്നം അം. ഈ ചിഹ്നത്തിന്റെ ഒരു പേരുണ്ടല്ലോ. അനുസ്വാരം. 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 ഓക്കെ, അടുത്തത് എന്താണ്? ഈ ചിഹ്നം, ഇതിന്റെ പേരെന്താണ്? വിസർഗം. വിസർഗം. കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചിഹ്നങ്ങൾ കണ്ടു, എന്നിട്ടാണ് നമ്മൾ അക്ഷരങ്ങൾ എഴുതിയത്. അപ്പോൾ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു, പിന്നീട് ചിഹ്നങ്ങളും നമ്മൾ പഠിച്ചു ഏതാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒരുമിച്ച് എഴുതിയ ചാർട്ട് ടീച്ചർ കാണിച്ചു. ഈ ക്ലാസ്സിൽ എന്താ ചെയ്തേ? ചിഹ്നങ്ങൾ തന്നിട്ട് അക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞു. ഓക്കെ, ഇനി ടീച്ചർ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ചാർട്ട് പതുക്കെ മാറ്റുകയാണ്. ഇത്ര നേരം ഓർഡറിൽ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ അക്ഷരങ്ങളാണ്, ഏതൊക്കെ ചിഹ്നങ്ങൾ ആണെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചിഹ്നം എഴുതും, അല്ലെങ്കിൽ ടീച്ചർ അക്ഷരം എഴുതും. അപ്പോൾ അതിൻ്റെ ചിഹ്നം എഴുതുമ്പോൾ ഏത് അക്ഷരമാണെന്ന് പറയണം. അക്ഷരം എഴുതുമ്പോൾ അതിൻ്റെ ചിഹ്നം നമ്മൾ എഴുതണം. ഓക്കെ, ശ്രദ്ധിക്കുക.
നോക്കുക. ഇത് ഏത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? പഠിച്ചതാണല്ലോ നമ്മൾ. ഇത് ഏത് അക്ഷരത്തിന്റെ ചിഹ്നമായിരിക്കും? ആ, യെസ്. ഏതക്ഷരാണ് ഈ ചിഹ്നം? ആ. ഓക്കെ. ഇനി ടീച്ചർ പറഞ്ഞു കൃത്യം ഓർഡർ അല്ലാണ്ട് എഴുതും, അപ്പോഴും പറയാൻ പറ്റണം. ഇനി ഇത് ഏത് അക്ഷരാണ്? ഇത് ഏത് ചിഹ്നമാണ്? ഏത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? ഒന്ന് പറഞ്ഞേ. ഈ ചിഹ്നം ഏത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? പറ, പഠിച്ചതല്ലേ നിങ്ങള്? എത്ര ക്ലാസ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചു? പറ. ആ, യെസ്. ഋ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ്. ഓക്കെ. ഇനി അടുത്തത്, ഇതേത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? ഈ ചിഹ്നം ഏത് അക്ഷരത്തിന്റെ ആയിരിക്കും? പറ. ടീച്ചറിന് അറിയില്ല, അതുകൊണ്ടാ ചോദിക്കണേ. ഏതക്ഷരത്തിൻ്റെയാ? ടീച്ചർ മറന്നുപോയി, പറഞ്ഞേ. ആ, നല്ല കുട്ടികളാണ് കേട്ടാ. ഏതക്ഷരാണ്? ഏ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഇനി അടുത്ത ടീച്ചർ ചോദിക്കാം. ഈ ഒരു ചിഹ്നം നമ്മൾ പഠിച്ചൂലോ, ഒരെണ്ണം. ഇതിന്റെ പേരെന്താ? ഈ ചിഹ്നത്തിന്റെ പേരെന്താ? ഈ ചിഹ്നത്തിന്റെ പേരെന്താ? അനുസ്വാരം. എന്താണ്? അനുസ്വാരം. ഇത് ഏത് അക്ഷരത്തിന്റെയാണ്? ഏത് അക്ഷരത്തിന്റെയാണ്? ഓക്കെ. ഏത് അക്ഷരത്തിന്റെയാണ്? ഓക്കെ. അടുത്തത്, ഇത് ഏത് അക്ഷരത്തിന്റെ ചിഹ്നമായിരിക്കും? ഇത് ഏത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? പറ. ഓ, യെസ്. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഇനി അടുത്തത്, ഇതേത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? ഇതേത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? ഐ. ഏതാണ്? ഐ. ഓക്കെ. കിട്ടണില്ലേ ഇപ്പോ? ഇനി ഇതോ? ഈ ചിഹ്നത്തിന് പറയണ പേരെന്താ? പറഞ്ഞിരുന്നല്ലോ. പറ. വിസർഗം. ടീച്ചറിന്റെ മക്കള് മറന്നിട്ടില്ല, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടാ. മിടുക്കന്മാരും മിടുക്കികളുമാണ്. ചിഹ്നത്തിന് പറയുന്ന പേരാണ് വിസർഗം. ഇത് ഏത് അക്ഷരത്തിന്റെയാണ്? ആ, അല്ലേ? എന്താ ഇതാണ് നമ്മള്. കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ ഏത് ചോദിച്ചാലും ടീച്ചറിന്റെ മക്കൾക്ക് പറയാൻ പറ്റുന്നുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് ടീച്ചറിന് മനസ്സിലായി. നമുക്കൊന്ന് ചേരുംപടി ചേർക്കുക എഴുതിയാലോ? ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്താലോ? അപ്പൊ ഒന്നും കൂടെ കിട്ടും. നമുക്ക് ചേരുംപടി ചേർക്കുക ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇത്രയും കാണുമ്പോൾ ടെൻഷൻ അടിക്കണ്ട, ഓരോന്നും നമ്മൾ എടുത്ത് നോക്കിയാൽ മതി, അപ്പം നമുക്ക് കിട്ടും. ഓക്കെ. ഇത്രയും കാണുമ്പോൾ അയ്യോ ടീച്ചറെ ഞാനിത് എങ്ങനെ ചെയ്യും, ഒരുപാടുണ്ടല്ലോ, ടെൻഷൻ അടിക്കണ്ട, ഓരോന്നും നോക്കിയാൽ മതി. ഓരോ അക്ഷരത്തിനും ഓരോ ചിഹ്നമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുമിച്ച് കണ്ടിട്ട് ടെൻഷൻ അടിക്കണ്ട. പോരാത്തതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പോൾ മനസ്സിലാകാൻ പറ്റായിക ഒന്നുമില്ല. ശ്രദ്ധിച്ചേ. ഈ എന്ന് പറയുന്നതിന്റെ ചിഹ്നം എവിടെയായിരിക്കും? എന്ന് പറയുന്ന ഈ അക്ഷരത്തിന്റെ ചിഹ്നം എവിടെയാ? പറ. യെസ്, അല്ലേ? എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ്. ഇനി ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എവിടെയാ? യെസ്, ഇതാണ് ഓ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ചിഹ്നം. അടുത്തത്, ഈ അക്ഷരം ഏതാണ്? ഇനി അക്ഷരം ടീച്ചർ പറയില്ല, നിങ്ങൾ പറയണം. ഈ അക്ഷരം ഏതാ? ഈ അക്ഷരം ഏതാ? ചിഹ്നം? യെസ്, ഇവിടെ.
എന്താണ് ഈ ചിഹ്നത്തിന്റെ പേരെന്താ? ഈ ചിഹ്നത്തിന്റെ എന്ന് എഴുതുന്നതിന്റെ ചിഹ്നത്തിന്റെ പേരെന്താ? അനുസ്വാരം. മറക്കരുത് കേട്ടാ. ഈ ചിഹ്നം ഏതാ? ഈ അക്ഷരം ഏതാ? ചിഹ്നമല്ല, ഈ അക്ഷരം ഏതാ? ഏ. ഏതാണ്? ഏ. അപ്പൊ ഇതിന്റെ ചിഹ്നം ഏതാ? ഇവിടെയാണ് ഏ. കണ്ടോ? അടുത്തത് ഈ അക്ഷരം ഔ. ഏതാണ്? ഔ. ചിഹ്നം എവിടെയാ? ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അല്ല. പിന്നെ ഏതാ? ഔ. കണ്ടോ? ഔ. കിട്ടിയോ? ഇതേതാ അക്ഷരാണ്? ഊ. ഏതായിരിക്കും ചിഹ്നം? എവിടെയായിരിക്കും ചിഹ്നം? ഇതാണോ? ഇതാ? അല്ല. നേരെയുള്ളത് അല്ലേ? ഊ. ആ നേരെയാണ് വന്നിരിക്കുന്നത്. ഇനി ഈ അക്ഷരം ഏതാണ്? ഈ. ഇതിന്റെ ചിഹ്നം എവിടെയാ? ഏതാ? ഇതാണ് ചിഹ്നം. എന്താ? ഇതാണ് ഈ. അടുത്തത് ആ. ഈ ചിഹ്നത്തിന് പറയുന്ന പേരെന്താ? വിസർഗം. വിസർഗ ചിഹ്നം എവിടെയാണ്? ഇവിടെയാണ്. അടുത്തത് എ. എയുടെ ചിഹ്നം ഏതാ? മാറിപ്പോവരുത് എയുടെ ചിഹ്നം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ആ കൺഫ്യൂഷൻ ഇതോടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എയുടെ ചിഹ്നം ഏതായിരിക്കും? ഒരെണ്ണം മാത്രമുള്ളതാണ് എയുടെ ചിഹ്നം. കണ്ടാ? ഈ ചിഹ്നം ഒരെണ്ണം മാത്രം വരുന്നതാണ് എ എന്ന് പറയുന്നതിന്റെ ചിഹ്നം. ഐ എന്ന് പറയുന്ന ചിഹ്നം ഇത്. ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് ഇല്ലേ? എക്ക് ഇവിടെ ഒരു ചിഹ്നമാണ്. ഐ എന്ന് പറയുന്നതിന് രണ്ട് ചിഹ്നം വരുന്നുണ്ട്. കിട്ടിയോ? മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. നന്നായിട്ട് പഠിക്കുക. കുറേയൊക്കെ ടീച്ചറിൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരണുണ്ട്. അത് കംപ്ലീറ്റ് തീർക്കണം. മനസ്സിരുത്തി പഠിച്ച് തീർക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം.